ഈറനാം ആലിൻ്റെ ചില്ലയിൽ കിളികളൊരു പോലെ പാടി. സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ. അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകുന്ന നേരം ഭയവും, എന്നാലും തോരാതെ എപ്പോഴും നെഞ്ചാകെ നീ എന്റേതാകാനല്ലേ താളം തുള്ളുന്നു. തനക്കം മനം തുടിക്കും, ഉള്ളിലെന്തോ തുളുമ്പിടും, പിന്നെയെല്ലാം മറന്നിരിക്കും, കള്ളനെങ്ങോ മറഞ്ഞിടും. ഹൃദയവും ഉണരുമീ നിമിഷമായി, പതിവായാരോ മൂളുന്നില്ലേ ചെവിയിലായി, മതിയില്ലെന്നായി ചൊല്ലുന്നില്ലേ മനസ്സിലായി. തളിരുകൾ തരളമായി, പ്രണയമോ കളഭമായി ഒളിക്കുന്നുവെന്നാൽ പോലും ഉദിക്കുന്നു വീണ്ടും വീണ്ടും. കടക്കണ്ണിലാരോ സൂര്യനായി. സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ. സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ. അയ്യോ, ഉറങ്ങിപ്പോയി. ഇന്ന് എന്നെ കൊല്ലും അവൻ. ഞാൻ രാവിലെ പോയപ്പോ ഇരിക്കാൻ തുടങ്ങിയ ഇരിപ്പാ ഇവൻ. ഓയ്, വീക്കെൻഡ് ആയിട്ട് പ്ലാനൊന്നും ഇല്ലേടാ? ഇരുന്നു കുറെ നേരം ആയല്ലോ. ജസ്റ്റ് ഒരു 3 years. അല്ല, 3 years ആയിട്ടോ ഈ കോളിങ്ങും ചാറ്റിങ്ങും മാത്രമേ കാണുന്നുള്ളല്ലോ. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. 3 years ആയിട്ട് നേരിട്ട് കണ്ടിട്ടില്ലേ? നിനക്കൊന്ന് പോയി കണ്ടുകൂടെടാ അവളെ? ചെറുതായിട്ടൊന്ന്. അവനായ കുഴപ്പമുണ്ടോ? അവനോ? ജയിക്ക്. സോ 3 years ആയിട്ട് നേരിട്ട് കണ്ടിട്ടില്ല, ആൻഡ് ഒരു അവനും. നമുക്ക് അവനൊന്ന് കാണാൻ പോയാലോ? വേണ്ട, നിനക്ക് അഡ്രസ് അറിയോ? അതറിയാം. നെക്സ്റ്റ് സൺഡേ മുതൽ ഓണിൽ ലീവ് തുടങ്ങുകയല്ലേ? നമ്മൾ നിന്റെ ചെക്കിൻ ജയിക്കിനെ കാണാൻ പോകുന്നു. എന്താണ് ഒരു വിചിരിപ്പിച്ച് നിൽക്കല്? ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നത്, അതുകൊണ്ട് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ എക്സൈറ്റ്മെന്റ് കയറി വരും. അതൊക്കെ കയറി വന്നോട്ടെ. പിന്നെ ഇതിപ്പോൾ അവനോട് പറയണ്ട, ഒരു സർപ്രൈസ് നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണാവൂ. അതെന്നാ? അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഷൂ.
അവനോട് എന്തെങ്കിലും പറയാണ്ടിരുന്ന എനിക്ക് ഉറക്കം വരില്ല. എന്നാലും ശ്രമിക്കാം. അല്ല, നീ അവൻ്റെ ഫോട്ടോയാലും കണ്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നോ, നേരിട്ട് കാണുമ്പോൾ കാണാൻ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതൊന്നും വാങ്ങിയെടുക്കാൻ ഞാൻ പെട്ട പാട്. ഇവിടെ കാണിക്ക്, ഇതാ ജയിക്ക്. എൻ്റെ പൊന്ന് ലൂക്ക, ഒന്ന് ഇറങ്ങ്. അവനെ കാണാനല്ലേ പോണെ, കെട്ടിക്കൊണ്ട് വരാനൊന്നും അല്ലല്ലോ. നീ വന്ന ഇങ്ങ് ട്രെയിനിപ്പോ പോവും. നിക്കോ, എന്താ? നമ്മളൊന്ന് പറയുക പോലും ചെയ്യാതെ പോയിട്ട് അവൻ പിന്നെ പറയോ? സർപ്രൈസ് ഒക്കെ അങ്ങനാ? നീ നടന്നേ. അവൻ എന്തേലും കുട്ടായിപ്പൊ കണ്ടേൽ അത് കണ്ടുപിടിക്കാനും ഇതാ നല്ലത്. എന്താന്ന് ഞാനൊന്നും പറഞ്ഞില്ല, നീ അങ്ങ് നടന്ന ലൂക്ക. ആരാ? ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ചീക്കേനെ കാണാൻ വന്നായിരുന്നു. ചേച്ചി മരിച്ചിട്ട് 5 വർഷമായി. അവന്റെ ഫ്രണ്ട്സ് ആണോ മക്കള്? ജയിക്കേ 5 വർഷോ? അവരോടൊന്ന് പറഞ്ഞിക്കോ. ആന്റി, ഞങ്ങൾ ഈ ആളോട് ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചേ ഉള്ളൂ. ലൂക്ക, എന്നെ എങ്ങനെ അറിയാം? അത് ലൂക്ക, എന്നെ എങ്ങനെ അറിയാമെന്ന്? ഞാനാ നിന്റെ ചേക്ക്. അല്ല, എന്റെ ചേക്ക് അതാ. അത് സോറി ലൂക്ക, അത് നീ കുറെ ചോദിച്ച് ശല്യം ചെയ്തപ്പോ ഞാൻ
അവന്റെ ഐഡന്റിറ്റി. നമ്മൾ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നിന്നോട് പറയാനും എനിക്ക് പേടിയായിരുന്നു. എന്നെ ചതിച്ചു കാരണം പറഞ്ഞ് ഇങ്ങനെ വിട്ടു പോയാലൊന്ന് പേടിയായിട്ടാ. സോറി ലൂക്ക. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്? എനിക്ക് എന്റെ ജയിക്കിനെ താടാ, എനിക്ക് താടാ. ലൂക്ക ശ്രദ്ധിക്ക്, അത് ജസ്റ്റ് ഫേസാ, അതൊന്നുമല്ല നമ്മുടെ ഇടയില്. ഞാനാ നിന്റെ ജയിക്കെ. ഈ 3 വർഷം നിന്റെ കൂടെ ഉണ്ടായി, നിന്നെ സ്നേഹിച്ച് നിന്റെ ജയിക്ക് ഞാനാ ലൂക്ക. ഐ ലവ് യു. ഇതൊക്കെ പറഞ്ഞ് ശരിയാക്കാൻ ഞാനൊരു വഴി നോക്കുമായിരുന്നു. ഞാനിത് ഓക്കെ ആക്കാം ലൂക്ക. സോറി. നമുക്ക് കല്യാണം കഴിക്കാം. ഐ ലവ് യു. എല്ലാം നമുക്ക് ഓക്കെ ആക്കാം. ലൂക്ക കരയല്ലേ. അമ്മ മിണ്ടരുത് നീ. അമ്മ എന്തിനാ നിങ്ങൾ അവനെ തല്ലുന്ന? ജയിക്കേ, അത് ജയിക്കിന്റെ ട്വിൻ ബ്രദറാ, ജെറോ. ഇതൊക്കെ ആരാ അമ്മ? ലൂക്ക ഇങ്ങ് വാ. ഹായ്, നിക്കോ, ജെറോ. ലൂക്ക, ഞാൻ 2-3 മണിക്കൂറായി നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വി ക്യാൻ മേക്ക് ഇറ്റ്. നീ എങ്ങോട്ടായി നോക്കി നിൽക്കുന്നേ? സാമേ, അമ്മ വന്നു. ലൂക്ക, ഒരു മിനിറ്റ്. ഞാൻ സാമിന്റെ BF അല്ലേ? അമ്മ പറഞ്ഞായിരുന്നു. പേരെന്തായിരുന്നു? ലൂക്ക. ഞാൻ ജെറോമി. ജയിക്ക് ലൂക്ക ഇങ്ങ് വാ. സോറി ജെറോമി. അവൻ അല്ലേലും ചേച്ചിയുടെ കാര്യത്തിലെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഇപ്പൊ നോക്കിയായി വരുന്നുള്ളൂ. എന്താ നീ കാണിക്കുന്ന? എന്താന്നും ചെയ്യണ്ടേ? നീ പറ, എന്താ ചെയ്യണ്ടേ? You have to choose the soul that loved you or the face you love. ഇല്ല, എനിക്ക് പറ്റില്ല. Luca, you have to choose it. No, I can't. Luca, I said I can't. Luca. Luca? എന്ത് യു ക്യാൻഡെന്ന്? നിക്കോ, എന്തുവാടാ? എത്ര നേരമായി കിടന്ന് വിളിക്കുന്നു. എന്തൊരു ഉറക്കാ ഇത്? എന്താ മോനി പ്രശ്നം? എനിക്കിവനെ അറിയില്ല അങ്ങളെ. എൻ്റെ കൂടെ ഒന്നും വന്നതല്ല. മനുഷ്യനെ നാണം കിടത്താനായിട്ട് വാടാ ഇങ്ങോട്ട്.
അതുകൊണ്ട് ആലോചിച്ച് നിൽക്കണം. 1 മിനിറ്റൂടെ ട്രെയിൻ ഇവിടെ നിർത്തൂളെ. ഇനി നിന്ന് അപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വണ്ടി പിടിച്ച് വന്നാൽ മതി. ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ കാണും. ഇവനിത് എന്തു പറ്റി? ഇത്രയും നേരം നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇളിച്ചിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്നൊരു വിശ്രമിപ്പ്. അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. ഓ, കാണുന്ന മുന്നേ എനിക്ക് സ്വപ്നം കാണൽ തുടങ്ങി. എന്താണ്, കെട്ടി കൊച്ചൊക്കെ ഉണ്ടായോ? 2 BF-നെയും കിട്ടി. എന്തോന്ന്? അതൊക്കെ പറഞ്ഞ വലിയ കഥയാ. നീ നടക്ക. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളു അവൻ്റെ വീട്ടിലേക്ക്. ഇതല്ലേടാ വീട്? അവൻ പറഞ്ഞ അഡ്രസ് വെച്ച് ഇത് തന്നെ. നീ എന്താ ഈ പേടിച്ച് വരുന്നത്? ആഫ്റ്റർ 3 years ഓഫ് ലവ് ഒരു കാമിനെ കാണുമ്പോഴുള്ള എക്സ്പ്രഷനാണോ ഇത്? പ്രേതത്തിനെ ഒളിപ്പിക്കാൻ ആളെ വിളിച്ചുകൊണ്ട് വരുന്ന പോലെയുണ്ട്. പിന്നെ എൻ്റെ പ്രോബ്ലം പറഞ്ഞ ഇത് വല്ല ഇതിന് മനസ്സിലാവുമോ? അത് സ്വപ്നമല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതല്ല വീട് തന്നെയായിരുന്നു ഇത്. ആവശ്യമുള്ളതൊന്നും ഓർമ്മയിൽ നിൽക്കൂല. നീ അവിടെ പെറുപെറുത്തോണ്ട് നിന്നോ. ആ ഫോട്ടോ നിൽക്കാം, അത് കാണിച്ചു ചോദിക്കാം. അയ്യോ, അത് കാണിച്ചോണ്ട് ചോദിക്കല്ലടാ. ആരാ? ഈ ഫോട്ടോയിൽ കാണുന്ന ആളുണ്ടോ? JK. ആളെ കാണാൻ വന്നതാ. ലൂക്ക, ഇത് തന്നെ. ഞാൻ പോണം.